തൊഴിലന്വേഷകർക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ സേഫ് പദ്ധതി ആരംഭിച്ചു. വിജ്ഞാന കേരളം പദ്ധതിയുമായി സംയോജിപ്പിച്ചാണ് ഈ സംരംഭം നടപ്പിലാക്കുന്നത്. നഗരസഭയിലെ സമീപ പ്രദേശത്തെയും തൊഴിൽ അന്വേഷകരെ സഹായിക്കുന്നതിന് വേണ്ടി തൊഴിൽമേള സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. സാധാരണ തൊഴിൽമേള അല്ല, അഭ്യസ്ത വിദ്യരും സ്കൂളിൽ തന്നെ പോവാത്തവരായിട്ടുള്ള ആളുകളും ഉണ്ടെങ്കിൽ തൊഴിൽ അവർക്ക് ആവശ്യമാണോ, നമുക്ക് അവർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാവുന്ന സംവിധാനത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരല്ല, നഗരസഭയുടെ ബജറ്റിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ള സേഫ് പദ്ധതിയാണ്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന പദ്ധതിയാണ്. സേഫ് പദ്ധതിയുടെ ഭാഗമായി വാർഡ് തലത്തിൽ രജിസ്ട്രേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ജോലി ആവശ്യമുള്ള ഏതൊരാൾക്കും ഈ ക്യാമ്പുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വാർഡുതല രജിസ്ട്രേഷൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം ജൂലൈ 6 ഞായറാഴ്ച ഒലിങ്കരയിലെ നഗരസഭ ലൈഫ് ഫ്ളാറ്റിൽ വെച്ച് നടന്നു. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് 9 നഗരസഭ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ പങ്കെടുത്ത് അനുയോജ്യമായ തൊഴിൽ നേടാൻ സാധിക്കും. കൂടാതെ പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായ ജോലിക്കാർക്ക് നഗരസഭ പ്രത്യേക പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുകയും ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതി സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ ഓണത്തിന് 1 ലക്ഷം തൊഴിൽ കൊടുക്കുന്നതാണ് പറയുന്നത്. നഗരസഭ പറയണത് ഈ ഓണത്തിന് 1000 പേർക്ക് നഗരസഭയിൽ തൊഴിൽ കൊടുക്കുന്നതാണ്. അതിൻ്റെ പദ്ധതികളുമായി നഗരസഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ 1ാം ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കൂടിയാലോചനകൾ കഴിഞ്ഞ്, 2ാം ഘട്ടം എന്ന് പറയുന്നത് വാർഡ് തലത്തിൽ ജോലി ആവശ്യമുള്ള ആളുകളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നമ്മളെ നഗരസഭയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇനി എല്ലാ വാർഡുകളിലേക്കും നമ്മൾ രജിസ്ട്രേഷനുമായി പോകും. അപ്പം നിങ്ങൾ ജോലി ആവശ്യമുള്ളവർ ചെയ്യേണ്ടത്, അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അതാത് വാർഡുകളിൽ നടക്കുന്ന രജിസ്ട്രേഷൻ ക്യാമ്പുകളിൽ പങ്കെടുക്കുക, എന്നിട്ട് രജിസ്റ്റർ ചെയ്യാം. അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അതിന് എക്സ്ട്രാ എന്തെങ്കിലും യോഗ്യതകളും മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി അതിൽ ആഡ് ചെയ്യുക. അവർക്ക് ആവശ്യമായ തൊഴിൽ കൊടുക്കാൻ ഇവിടെ ആഗസ്റ്റ് 9 നടക്കുന്ന തൊഴിൽ മേളയിൽ വിവിധ തരത്തിലുള്ള കമ്പനികൾ ഉണ്ടാവും. കേരളത്തിനകത്തുള്ളത്, പുറത്തുള്ളത്, ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള കമ്പനികൾ വരെ ഈ തൊഴിൽ മേളയിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വലിയൊരു തൊഴിൽ മേളയായി ഇത് മാറും. അതിനെല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കാം. ജോലിക്ക് ആളുകളെ ആവശ്യമുള്ളവരെ നഗരസഭ നേരിട്ടും സംസ്ഥാന സർക്കാർ DWMS പോർട്ടൽ വഴിയുമാണ് കണ്ടെത്തുന്നത്. തുടർച്ചയായ വിവിധ പരിപാടികളോടെ നടത്തുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി ആളുകൾക്ക് ജോലി നൽകാൻ കഴിയുമെന്നാണ് നഗരസഭ പ്രതീക്ഷിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ P. ഷാജി പറഞ്ഞു. CCN പെരിന്തൽമണ്ണ.